ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഇന്ന് ചപ്പാത്തിക്കൊരു പീസ് കറി ഉണ്ടാക്കി കാണിച്ചു തരാം. സിമ്പിളാണ്, ബിഗിനേഴ്സിനൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ കറി. അതിന് വേണ്ട ഉള്ളി, പിന്നെ പെരിഞ്ജീരകവും തേങ്ങയും നമ്മൾ കാഷ്യൂ കൂടി അരയ്ക്കും. പിന്നെ കറിവേപ്പില, കൊത്തമല്ലി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ഇത് കുറച്ച് കുരുമുളക്, തക്കാളി, പിന്നെ നമുക്ക് വേണ്ട കടുക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കൊറിയാൻഡർ പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, കുറച്ച് വെണ്ണയും നെയ്യും കൂടിയിട്ട് ഇട്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, നമുക്ക് അടുപ്പത്ത് ചെറിയ കുക്കർ വെച്ചിട്ടുണ്ട് ഞാൻ, അത് മതിയാവും. എണ്ണയും ഇട്ട് പിന്നെ കുറച്ച് എണ്ണയും ഒഴിച്ച്, നിങ്ങൾക്ക് ഗോൾഡ് വിന്നറാണെങ്കിൽ ഗോൾഡ് വിന്നർ ഇടാം, ഏതാ നിങ്ങളുടെ ഇഷ്ടം. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണ ഇട്ടിരുന്നു. കുറച്ച് കടുക് ഇട്ടു, കുറച്ച് കടുകിട്ട് കടുക് പൊട്ടട്ടെ. കടുക് പൊട്ടി നമുക്ക് ഉള്ളി ഇടാം. വലിയ ഉള്ളി, സവാള, ഒരു വലിയ ഉള്ളിയുടെ ഒരു പകുതി എടുത്തിട്ടുണ്ട് ഞാൻ, കുറച്ചേ ഉള്ളൂ, പീസ് കുറച്ചേ ഉള്ളൂ. അപ്പോൾ വലിയ ഉള്ളി അതൊന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, ഞാനിപ്പോൾ ഇവിടെ 2 പച്ചമുളകേ എടുത്തിട്ടുള്ളൂ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടിയും ഒക്കെ ഉണ്ട്. ഞങ്ങൾക്ക് എരിവ് കമ്മി മതി, അത് കാരണം ചപ്പാത്തിക്കൊരു ഒഴിച്ച് കൂട്ടാനുള്ള കറി. ഓക്കെ, അപ്പോൾ വെളുത്തുള്ളി ഇട്ടു, അതും വഴണ്ട് വരട്ടെ. അപ്പം നമുക്ക് ഇഞ്ചി ഇടാം. ഓക്കെ, ഇഞ്ചി ഞാനിവിടെ 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. എരിവ് അനുസരിച്ച് നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ ഇടാം, ഓരോരുത്തരുടെ എരിവ് അനുസരിച്ചിട്ട്. നല്ലോണം വഴറ്റി നമുക്ക് തക്കാളി ഇടാം. തക്കാളി ഓരോരുത്തർക്ക് പുളി ജാസ്തി വേണമെങ്കിൽ വലിയൊരു തക്കാളി ഇട്ടോളൂ. ഞാനിപ്പോൾ ഇവിടെ ഒരു തക്കാളിയുടെ പകുതി, വലിയ തക്കാളിയാണ്, അതിൻ്റെ പകുതി ഇട്ടു. ഗ്രേവി വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് കൂട്ടാം. തേങ്ങ അരയ്ക്കുന്നത്, എന്തായാലും തേങ്ങ അരയ്ക്കുമ്പോൾ ഗ്രേവി ഉണ്ടാവുമല്ലോ. ചിലർ തേങ്ങ അരയ്ക്കാതെ വെറുതെ ഒന്ന് മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ എടുക്കുന്നുമുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പിടണം, എന്നാലേ ആ തക്കാളിയൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് ഇതായി കിട്ടണം. ഉപ്പ് പിന്നെ ഗ്രേവിയിൽ നോക്കിയിട്ട് നമുക്ക് ഇടാം. ഒന്ന് വഴണ്ട് കിട്ടണ്ടേ, വിസിലൊന്നിട്ട് എടുക്കും, അതുകൊണ്ട് എല്ലാം ആയിക്കോളും, യോജിച്ചോളും. പിന്നെ നമുക്ക് ആവശ്യമുള്ള മഞ്ഞപ്പൊടി ഇട്ടു. പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടി ഇട്ടു. ഇത്തിരി എരിവുള്ളത് നല്ലതാ, ചപ്പാത്തിക്ക് ഇത്തിരി എരിവ് വേണം. പിന്നെ നമ്മുടെ കുരുമുളക് പൊടി കുറച്ച്, എല്ലാം കൂടി നന്നായി യോജിക്കട്ടെ. ഈ സ്പൂണിന് 2 സ്പൂണ് മല്ലിപ്പൊടി, കൊറിയാൻഡർ പൗഡർ ഇടാം നമുക്ക്.
നല്ലോണം പച്ചച്ചോയ ഒന്ന് മാറട്ടെ. പിന്നെ നമ്മളെടുത്ത് വെച്ച പട്ട, കരയാമ്പൂ, ഏലക്ക എല്ലാം കൂടിയിട്ടുള്ള അതിൻ്റെ പൊടി, അതൊരു ടേസ്റ്റിന് കുറച്ച് വേണ്ടവർ പട്ടയും കരയാമ്പൂവൊക്കെ വേറെ വേറെ ഇട്ടാൽ നന്നായിരിക്കും. ഓക്കെ, അങ്ങനെ ഇടാം. അതിന് ആവശ്യമായ വെള്ളം ഒഴിച്ച് നമുക്ക് നമ്മുടെ പീസ് ഇട്ട് വിസിൽ വെച്ചിട്ടൊന്ന് നമുക്ക് കുക്കറിലേ ഒരു 2 വിസിൽ വന്നാൽ മതി, നല്ല യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, വെറുതെ നമുക്ക് അടുപ്പിലും ഇടാം, അത് കുഴപ്പമില്ല. ഞാനിപ്പോൾ കൊത്തമല്ലി ഇലയും കരിവേപ്പിലയും, ഇതിൽ ഞാൻ പുതിന ഇല ഇടില്ല. ചിലർക്ക് വേണ്ടവർക്ക് ഇടാം, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക്. ഞാൻ ഇടാറില്ല. ഓക്കെ, പിന്നെ നമ്മുടെ പീസ് ഇടാം. പീസ് ഇട്ട് നമുക്ക് നല്ലോണം വേവണം, യോജിക്കണം നല്ലോണം. അപ്പോഴാണ് നമ്മുടെ പീസ് കറിക്ക് ടേസ്റ്റ് വരിക. നമുക്ക് അടച്ചങ്ങോട്ട് വെക്കാം. നമുക്ക് അതൊരു വിസിലാവുമ്പോഴേക്കും നമുക്ക് തേങ്ങയും അണ്ടിപ്പരിപ്പ്, കുറച്ച് മുന്തിരിങ്ങ, പെരുംജീരകം അരച്ചും കൂടെ കൊണ്ടുവരാം. ഓക്കെ, നല്ല പേസ്റ്റായിട്ട് അരയ്ക്കണം. ഓക്കെ, നല്ലോണം വെന്തു. നമ്മളിപ്പോൾ നല്ല പേസ്റ്റ് മാതിരി അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതും ചേർത്ത് നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം. അപ്പോഴാണ് ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഗ്രേവി വേണ്ടേ. ഓക്കെ, ആ മിക്സിയിൽ തന്നെ അരച്ചതിൽ കുറച്ച് എടുക്കാം. കുറച്ച് നമുക്ക് അതിൽ തന്നെ വെള്ളമാക്കി. ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഉണ്ടോ, ഒരു തിള വന്ന ഉടനെ നമുക്കതിലിപ്പോൾ തേങ്ങാപ്പാലും ഒഴിക്കാം. ഞാനിപ്പോൾ തേങ്ങ അരച്ച് ചേർത്തു. അതിൽ പെരുംജീരകവും കാഷ്യൂ, കിസ്മിസ് ഇത് നല്ല തിളക്കട്ടെ. എന്നിട്ട് നമുക്ക് വാങ്ങാം. നല്ല അടിപൊളി പീസ് കറി ചപ്പാത്തിക്കും നമുക്ക് വേണമെങ്കിൽ നെയ്ച്ചോറിനും ഒക്കെ കഴിക്കാം. ഓക്കെ, എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ.